ഇനി വിദേശ വാർത്തകൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ആക്രമണം. നെതന്യാഹുവിന്റെ സിസറിയിലുള്ള അവധിക്കാല വസതിയിൽ ഇന്നലെ 2 ഫ്ലാഷ് ബോംബുകൾ പതിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവ സമയത്ത് നെതന്യാഹു കുടുംബത്തിൽ ആരും തന്നെ ഇല്ലായിരുന്നുവെന്ന് ഇസ്രായേൽ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഫിലിപ്പീൻസിലുണ്ടായ മാനിയെ കൊടുങ്കാറ്റിൽ വൻ നാശനഷ്ടം. രാജ്യത്ത് ഒരു മാസത്തിനിടെയുണ്ടാകുന്ന 6ാമത്തെ വലിയ കൊടുങ്കാറ്റാണ് മാനിയെ. കാറ്റാൻഡുവാനീസ് തീരത്ത് 14 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരുകയും മണിക്കൂറിൽ 195 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുകയും ചെയ്തതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത 2 ദിവസങ്ങളിൽ മനില ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് പുലർച്ചെ ഭൂചലനം അനുഭവപ്പെട്ടു. പുലർച്ചെ 4:43 ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ വസ്തുവകകൾക്ക് നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചൈനയിലെ ജിയാങ്സു പ്രവിശ്യയിലെ സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 17 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് സംഭവം. 21-കാരനായ അക്രമിയെ സംഭവസ്ഥലത്ത് വെച്ച് പോലീസ് പിടികൂടി. സ്കൂളുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിനിടയാക്കിയതെന്ന് പോലീസ് അറിയിച്ചു. ഗ്ലോബൽ എനർജി എഫിഷ്യൻസി അലയൻസുമായി ബന്ധപ്പെട്ട് പുത്തൻ സംരംഭം അനാവരണം ചെയ്ത UAE 2030ഓടെ ആഗോള ഊർജ്ജ കാര്യക്ഷമതാ നിരക്ക് ഇരട്ടിയാക്കാനും മലിനീകരണം ഗണ്യമായി കുറയ്ക്കാനുമാണ് സംരംഭം ലക്ഷ്യമിടുന്നത്. വിജ്ഞാന കൈമാറ്റം, സ്വകാര്യ മേഖലയുമായി ഫലപ്രദമായ പങ്കാളിത്തം എന്നിവയിലൂടെ മറ്റു രാജ്യങ്ങളെ നയിക്കാനാണ് സംരംഭത്തിലൂടെ UAE പദ്ധതിയിടുന്നത്.